ഇടുക്കി വാഴത്തോപ്പിൽ ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണിയാറൻകുടി ഭാഗത്തു നിന്നുള്ള അനധികൃത സമാന്തര സർവീസുകളുടെ മത്സരയോട്ടമാണ് അപകടത്തിന് കാരണമെന്ന് പ്രദേശത്തെ മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആരോപിക്കുന്നു. ചെറുതോണിയിൽ നിന്നും മണിയാറൻകുടിയിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും പള്ളിത്താഴ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് ആരംഭിക്കുകയായിരുന്ന മറ്റൊരു ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ചെറുതോണിയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു. അപകട സമയത്ത് ഈ വാഹനത്തിൽ 6 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റ 4 പേരെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അതേസമയം അപകടത്തിന് പിന്നാലെ പോലീസും മോട്ടോർ വാഹന വകുപ്പിനുമെതിരെ പ്രതിഷേധവുമായി മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്തെത്തി. മണിയാറൻകുടി മേഖലയിൽ നിന്നും അനധികൃതമായി നടത്തുന്ന സമാന്തര സർവീസുകളുടെ അമിത വേഗവും മത്സര ഓട്ടവുമാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്നാണ് അവർ ആരോപിക്കുന്നത്. നിയമം ലംഘിച്ചുള്ള ഇത്തരം സർവീസുകൾ വാഹന കാൽനട യാത്രക്കാരുടെയും ജീവന് ഭീഷണിയാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. മണിയാർകുടി ഭാഗത്തു നിന്നും ചെറുതോണിക്ക് ട്രിപ്പ് ഓട്ടോറിക്ഷകൾ ഒരുപാട് അമിത വേഗതയിൽ വാഴത്തോപ്പ് വഴി കടന്നു പോകുന്നുണ്ട്. അത് കൂടുതൽ പറയുവാണെങ്കിൽ നമ്മൾ 5, 6, 7 പേരെ വെച്ച് ഫ്രണ്ടിലും ആളെ വെച്ചാണ് അമിത വേഗതയിൽ ഓട്ടോറിക്ഷകൾ പോകുന്നത്. ഈ പരിസരത്ത് ഒരുപാട് സ്കൂളുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും വിദ്യാർത്ഥികൾ ഒരുപാട് നടന്നു പോകുന്നതുകൊണ്ടും അതൊന്നും ശ്രദ്ധയിൽപ്പെടുത്താതെ അവർ കൂടുതൽ ആളുകളെ പിടിക്കുവാൻ വേണ്ടിയിട്ട് അമിത വേഗതയിലാണ് വണ്ടികൾ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് തന്നെ മണിയാറൻകുടിയിൽ നിന്നും വന്ന വാഹനം ചെറുതോണിയിൽ നിന്ന് ആളെ എടുത്ത് 6, 7 പിള്ളേരെയും കയറ്റി വെച്ച് ഫ്രണ്ടിലും ആളെ കയറ്റി വെച്ച് വാഴത്തോപ്പിൽ വരികയും സ്റ്റാൻഡിൽ കിടന്ന ഓട്ടോറിക്ഷയുടെ സൈഡിൽ ഇടിച്ച് മറിയുകയും ഉണ്ടായ വലിയൊരു അപകടമാണ് ഇത്. ഒരു ഓട്ടോറിക്ഷയിൽ 7, 8 പേരെ കുത്തി നിറച്ച് നടത്തുന്ന അനധികൃത സർവീസുകൾക്കെതിരെ ചെറുതോണിയിലെയും വാഴത്തോപ്പിലെയും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പലതവണ പരാതി നൽകിയിട്ടും പോലീസും മോട്ടോർ വാഹന വകുപ്പും ഫലപ്രദമായ നടപടി സ്വീകരിച്ചില്ല എന്നാണ് അവരുടെ ആരോപണം. ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി കർശന നടപടി സ്വീകരിച്ചില്ല എങ്കിൽ സമാനമായ അപകടങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പും തൊഴിലാളികൾ നൽകി. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.